ഇന്നത്തെ നമ്മുടെ റെസിപ്പി വീഡിയോ നല്ല അടിപൊളി ചെമ്മീൻ ബിരിയാണിയാണ് കേട്ടോ. ഇനി വേണ്ടി നമ്മൾ റൈസ് ഉണ്ടാക്കാൻ കുക്കറിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ ഹോൾ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഏലം, പട്ട, ഗ്രാമ്പൂ, ഷാജീരകമൊക്കെ. അപ്പോൾ നമ്മൾ എത്ര കപ്പ് അരി കൊണ്ടാണോ ബിരിയാണി വെക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് അരി കഴുകി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കുക്കറിലാകുമ്പോൾ നമ്മൾ സാധാരണ എടുക്കുന്നേക്കാൾ ഒരു അരക്കപ്പ് വെള്ളം കുറച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. ഒരു വിസിൽ വരുമ്പോൾ തന്നെ ഓഫാക്കിയിടാം. ഇനി നമ്മൾ മസാല ഉണ്ടാക്കുകയാണ്. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഉപ്പ്, മുളക്, മഞ്ഞൾ ചേർത്ത് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഉപ്പും മുളകും മഞ്ഞളും മാത്രം ഇട്ടിരുന്നാൽ മതി. വേറെ മസാലകളൊന്നും ഈ സമയത്ത് ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റുകയാണ്. ശേഷം ആ പാനിൽ തന്നെ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അതും കൂടി ഉപയോഗിക്കുക കേട്ടോ. മീൻ പൊരിച്ച എണ്ണ ബാക്കി ഉണ്ടെങ്കിൽ ഉപയോഗിക്കുക. അതിലേക്ക് ഒരു 1.5 സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ 2 കപ്പ് അരിയിലാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. സവാളയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. അടച്ച് വെച്ചിരുന്നാൽ പെട്ടെന്ന് തന്നെ റെഡിയായി വരും. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുത്തു. മല്ലിച്ചപ്പ് കുറച്ച് അധികം തന്നെ ചേർത്തിട്ടുണ്ട്. പുതിന ചേർക്കുന്നില്ല, പകരം മല്ലിച്ചപ്പ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പുതിന ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം. നന്നായിട്ട് തന്നെ വഴറ്റി ഒന്ന് കുഴഞ്ഞ് പരുവത്തിലായി വരണം. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഗരം മസാല പൗഡറാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഉപ്പ് ആവശ്യം തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. ചെമ്മീനിലേക്കുള്ള ഉപ്പ് നമ്മൾ അതിലിട്ടിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുത്തു. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ മസാല കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് റൈസ് അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുക്കറിൽ തന്നെ ചെയ്യണം എന്നില്ല, ഏത് പാത്രത്തിൽ വേണമെങ്കിലും ചെയ്യാം. മുകളിൽ കുറച്ചും കൂടി ബിരിയാണി മസാല, അതായത് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയൻ, അതുപോലെ അണ്ടിപ്പരിപ്പ്, മല്ലിച്ചപ്പ് അരിഞ്ഞത് ഒക്കെ ഇട്ട് കൊടുത്തു. മുകളിലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചെമ്മീൻ വെച്ച് കൊടുത്തത്, നിർബന്ധമൊന്നുമില്ല. ശേഷം കുറച്ച് നെയ്യും കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നെയ്യിൽ തന്നെയാണ് റൈസ് റെഡിയാക്കിയത്, എന്നാൽ പോലും കുറച്ച് നെയ്യും കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ദം ചെയ്തെടുത്താൽ നമ്മൾ അടിപൊളി ചെമ്മീൻ ബിരിയാണി റെഡി. താങ്ക് യു.